ഇന്നലത്തെ വീഡിയോസിൽ നമ്മൾ 2 ചെടികൾ കാണിച്ചിരുന്നു. അതിന്ന് കുഴിച്ചിടാൻ പോവാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുന്ന അതേ ദിവസം തന്നെ പ്ലാന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുക. നമ്മളൊരു ചെടിയൊക്കെ വാങ്ങിച്ചു കൊടുന്ന് വെച്ചു, നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് അത് കുഴിച്ചിടാമെന്ന് വിചാരിക്കുമ്പോൾ ആ ചെടിയിൽ ചെറുതായിട്ട് വാട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ വെക്കുന്ന ചെടികളായിരിക്കും കൂടുതലും പിടിച്ച് കിട്ടാതിരിക്കുക കേട്ടോ. ഞാനത് പറയാൻ കാരണം എൻ്റെ അടുത്ത് ഇന്നലത്തെ വീഡിയോസിൽ 2-3 കമൻസ് കണ്ടു. ഇങ്ങനെ വാങ്ങിച്ച് വരുന്ന ചെടികൾ പിടിച്ച് കിട്ടാറുണ്ടോ, നശിച്ചു പോയില്ലേ എന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ വാങ്ങിയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. ഒന്നിനും ഇതുവരെയായിട്ടൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെടി വെച്ച് കൊടുക്കുന്നത്. എപ്പോഴും വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ. വേരിനൊന്നും അധികം കേട് പറ്റാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഇണക്കി കൊടുക്കുക. എന്നിട്ട് വേണം കുഴിച്ചിടാൻ. പിന്നെ പുതിയൊരു ചെടി വെച്ചതിന് ശേഷം അത് അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കണേ. എന്നിട്ട് നന്നായി പിടിച്ച് കിട്ടി ഉഷാറായിട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്ലേസിൽ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം കേട്ടോ. അവിടെ ആദ്യം ഇരുന്നായിരുന്ന ചെടികൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അതിപ്പോൾ നല്ല ഉഷാറായി അതിൽ പുതിയ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതാദ്യം ഇരുന്ന പ്ലേസിലാണ് നമ്മുടെ ഇന്നത്തെ ചെടികൾ കൊണ്ടുവയ്ക്കുന്നത്. എനിക്ക് ആ ഒരു പർപ്പിൾ കളറിലുള്ള പൂവ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളൂ. നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.